യൂറോപ്പിലെ ഒരു തെരുവിൽ ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മുന്നിലൂടെ വളരെ സമ്പന്നരായ പല മനുഷ്യരും അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തിരക്കിൽ ഓടിപ്പായുന്നതിനിടക്ക് അയാൾ പറയുന്നുണ്ട്, ആ കറുത്ത മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ തളർന്ന് വീഴാറായിട്ടുണ്ട്, എന്നെ സഹായിക്കണം. ആരും അദ്ദേഹത്തിന് ഒന്നും കൊടുത്തില്ല. എന്നാൽ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ഒന്നും സംസാരിക്കാതെ നേരെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അത്ര രുചിയിൽ ആ പട്ടിണി കിടന്ന മനുഷ്യന് ആവുന്നത്ര ഭക്ഷണം അയാൾ വാങ്ങിച്ചു കൊടുത്തു. വിശപ്പ് മാറിയപ്പോൾ അയാൾ ചോദിച്ചു, എൻ്റെ മുന്നിലൂടെ കുറേ ആളുകൾ കടന്നുപോയി, അവരുടെയൊക്കെ മുന്നിൽ ഞാൻ കൈനീട്ടി, ആരും എന്നെ സഹായിച്ചില്ല, അങ്ങ് എന്നെ സഹായിക്കാനുള്ള കാരണം എന്താണ്? അപ്പം അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ സന്ദേശം പറഞ്ഞു. അഗതിക്കും അനാഥനുമൊക്കെ തനിക്കിഷ്ടപ്പെടുന്ന ഭക്ഷണം ആവശ്യമുള്ള നേരത്ത് വാങ്ങിച്ചു കൊടുക്കുന്നവനെ യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ വഴിയിലെത്തുന്നുള്ളൂ. ഇത് ഞങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും പിരിഞ്ഞു. രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് മാറി. വിശന്ന മനുഷ്യന്റെ വിശപ്പൊക്കെ മാറി, അയാൾക്കൊരു പുതിയ ഊർജം കിട്ടി. അയാൾ പിന്നെ ആലോചിച്ചത് ഇതായിരുന്നു, തന്റെ മുന്നിലൂടെ എത്രയോ ഫാൻസി കാറുകൾ കടന്നുപോയി, ആൾത്തിരക്കുള്ള യൂറോപ്പിന്റെ തെരുവിൽ എന്റെ ശബ്ദം നേരിയ ശബ്ദമായി എങ്ങനെ ഉടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നേരത്ത് എന്റെ വിശപ്പിന്റെ വിളി കേട്ടെത്തിയ മനുഷ്യനെ എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ പ്രേരിപ്പിച്ച ഒരാളുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു വേദഗ്രന്ഥമുണ്ട് ഖുർആൻ. അദ്ദേഹത്തിന്റെ അന്വേഷണം ആ വഴിക്ക് പോയി. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, എൻ്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഉസൂലുൽ ഖുർആൻ എടുക്കുന്ന ഉസ്താദ് പറഞ്ഞെടുത്ത അനുഭവം പങ്കുവെച്ചതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വന്നു. അയാൾ അവിടെ പഠിച്ചു. എന്നാൽ എൻ്റെ ബ്രദറിന്റെ നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണല്ലോ, അദ്ദേഹത്തിന്റെ സീനിയറായി പഠിച്ച ഒരാളുടെ കഥയാണ് ഈ പറയുന്നത്. യൂറോപ്പിന്റെ തെരുവിൽ കൈനീട്ടി നിന്നൊരു മനുഷ്യൻ, അയാൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാകുന്ന, ലോകത്തെ 100 ചില്ലാനും രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്, അവിടേക്ക് എത്തുകയാണ്. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനിന് അതിശക്തമായ സ്വാധീനമുണ്ട്. ഈ സ്വാധീന വലയത്തിൽ ഒരു ദിനമെങ്കിലും ഒരു നിമിഷമെങ്കിലും നമുക്ക് കയറി നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ നമ്മെ ഖുർആൻ സ്വാധീനിച്ചിട്ടുണ്ടോ? ആരോ പറഞ്ഞു കേട്ടു, അങ്ങനെ ഒരു ഖുർആനുണ്ട്, ഒരു പ്രവാചകനുണ്ട്. അത് അന്വേഷിച്ച് ചെന്നപ്പോ ആ അന്വേഷണത്തിൽ ആ ഖുർആനിനെ വാരിപ്പുണരുന്ന, പോരാഞ്ഞിട്ട് എല്ലാം ഒഴിവാക്കി എല്ലാം ഉപേക്ഷിച്ച് സൗദി അറേബ്യയിലേക്ക് വന്ന് ആ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഖുർആൻ വിദ്യാർത്ഥി ആകുന്നിടത്തേക്ക് ഒരു തെരുവിലെ യാചകനെ വളർത്തുന്ന സ്വാധീന വലയം എന്താണ്? ഖുർആനിൽ ഇങ്ങനെ ഖുർആനിന് ഉണ്ട് എന്ന് പറയുന്ന കുറെ വിശേഷണങ്ങളുണ്ട്. മറ്റൊന്ന് സൂറത്ത് യൂനുസ് 57 പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നൊരു മൗഇളത്ത്, ഒരു ഉപദേശം വന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാറ്റിനുമുള്ള ശിഫയാണ്. നിങ്ങളുടെ മൗന നൊമ്പരങ്ങൾക്കുള്ള, നിങ്ങളുടെ ഡിപ്രഷനുള്ള, നിങ്ങളുടെ വിരോധങ്ങൾക്കും വിദ്വേഷത്തിനുമുള്ള, മനസ്സിൽ ഉള്ള അസ്വസ്ഥതകൾ എന്തൊക്കെയാണോ അതിനൊക്കെയുള്ള ശിഫയാണ്. ഖുർആനിന് അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്, ഖുർആനിന് അങ്ങനെ ഒരു വശമുണ്ട്. നമുക്ക് അങ്ങനെ ആയിട്ടുണ്ടോ? ഖുർആനിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആയത്ത് മനസ്സിലേക്ക് ഓർത്തെടുത്ത് ഏതെങ്കിലും ഒരു വേദനയെ കടിച്ചമർത്തിയിട്ടുണ്ടോ? അതിജീവിച്ചിട്ടുണ്ടോ? നമ്മെ സ്വാധീനിച്ചത് എന്ന് പറയാവുന്ന ഒരു വചനമുണ്ടോ? നമ്മളോട് ചോദിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം,
വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെ മാത്രമല്ല, മനുഷ്യന്റെ ചർമ്മങ്ങളെ പോലും അത് സ്വാധീനിക്കുമെന്നാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മഥാനി തഖ്ശഇറു മിൻഹു ജുലൂദിൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم الى ذكر الله. അല്ലാഹു നല്ല വചനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആ വചനങ്ങളുടെ പ്രത്യേകത അത് മനുഷ്യന്റെ തൊലികളെ സ്പർശിക്കും, അതവന്റെ ഹൃദയത്തെ കീഴടക്കും. ഖുർആനിന്റെ വചനങ്ങൾ ഓതി കേൾക്കുമ്പോൾ അവന്റെ രോമകൂപങ്ങളിലൂടെ, അവന്റെ ചർമ്മങ്ങളിലൂടെ, അവന്റെ രക്തചംക്രമണ പ്രക്രിയയിലൂടെ ആ ഖുർആൻ മനുഷ്യനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ഫീല് എന്തെങ്കിലും വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ഫീച്ചർ നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ഇത് വേറൊരു സ്ഥലത്തും പറയുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികളുടെ പ്രത്യേകത, അവർ അല്ലാഹുവിനെ അനുസ്മരിച്ചാൽ അല്ലെങ്കിൽ ഖുർആൻ പാരായണം കേട്ടാൽ അവരുടെ ഹൃദയം പിടക്കും. പടച്ചോനെ, ഞാൻ അങ്ങനെ അല്ലല്ലോ, റബ്ബേ എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ലല്ലോ, ഞാനൊക്കെ എന്നാണ് ശരിയാകുക എന്ന് ചിന്തിച്ച് അവരുടെ ഹൃദയം പിടക്കും. മാത്രല്ല അവരുടെ ഈമാൻ വർദ്ധിക്കും. ആയത്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പഴയ മനസ്ഥിതിയിലല്ല അവരുണ്ടാകുക, അവരൊരു പുതിയ മനസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടാകും, പുതിയ തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടാകും. ജീവിതം മുഴുവൻ എടുത്തൊരു നിലപാട് വേണ്ടെന്ന് വെക്കാൻ ഒരൊറ്റ ആയത്ത് മതിയാകും അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനത്തെ സാഹചര്യം ഖുർആൻ പറയുന്നുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, നാലാമത്തെ ഒരു കാര്യം, അവർ സുജൂദിൽ വീഴും എന്നാണ്. ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖ്റൂന ലിൽ അദ്കാരി സുജ്ജദ. അവർ നേരെ സുജൂദിൽ വീഴും. അവർ സുജൂദിൽ വീണുകൊണ്ട് ആയത്തുകൾ അവരെ സുജൂദിലേക്ക് വീഴ്ത്തുന്നവരാക്കും എന്നാണ്. ഏതെങ്കിലും ഒരു ആയത്ത്, നമ്മളിപ്പോ ഈ പിന്നെ സുജൂദ് ചെയ്യേണ്ട ചില ആയത്തുകളുണ്ട് അല്ലെ. ഇപ്പോ രാവിലെ സുബഹിന്റെ സമയത്ത് വെള്ളിയാഴ്ച ദിവസം സൂറത്തു സജദ ഓതുമ്പോ അതിൽ സുജൂദ് ചെയ്യേണ്ടുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെ ഇമാമു സുജൂദിലേക്ക് പോകുമ്പോൾ പോവാന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു ആയത്ത് കേട്ടിട്ട്, അതിലെ അനുഗ്രഹം കേട്ടിട്ട്, അതിലെ താക്കീത് കേട്ടിട്ട്, അതിലെ ഉത്ബോധനം കേട്ടിട്ട്, അതിലൊന്നൊരു തിരിച്ചറിവ് കിട്ടിയിട്ട് നമ്മള് അങ്ങനെ അങ്ങോട്ട് സുജൂദിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടോ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവരെ കരയിപ്പിക്കും. ഖുർആൻ കേൾക്കുമ്പോൾ ആ ഖുർആനിന്റെ കൂടെ അവരുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ പിരടികൾ താണുകൊണ്ടിരിക്കും. ഞാനൊന്നുമല്ലെന്നും, ഞാൻ നിസ്സാരനാണെന്നും, എന്റെ ബാങ്ക് അക്കൗണ്ടുകളോ, എന്റെ മക്കളോ, എന്റെ സ്വാധീനമോ, എന്റെ പ്രശസ്തിയോ, എന്റെ പ്രതാപമോ, ആൾക്കൂട്ടത്തിനുള്ളിൽ എന്റെ സ്റ്റാറ്റസോ, അതൊന്നും റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്കും അവന്റെ സൗകര്യങ്ങൾക്കും അവന്റെ സംവിധാനങ്ങൾക്കും മുന്നിൽ ഒന്നുമല്ലെന്ന് ബോധ്യപ്പെട്ട് അവൻ കരയുന്ന നേരങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഖർറൂ സുജ്ജദൻ വബുകിയ. അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവര് സുജൂദിൽ വീണ് ദീർഘമായി കരയുന്നവരായിരിക്കും എന്നാണ്. മാത്രമല്ല ഖുർആനെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരിക്കും എന്ന് ഖുർആൻ പറയണം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ നബിയോട് പറയാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഫദ്ല് കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് ഒക്കെ നിങ്ങൾ സന്തോഷിക്കുക. ഒന്ന്, അള്ളാഹുവിന്റെ ഫദ്ല് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആനും, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരുമാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോ ആ പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുക, ആ ഖുർആനിനെ പഠിക്കുമ്പോൾ, അതിനെ സമീപിക്കുമ്പോൾ ഒരു സന്തോഷം തരിക. നമുക്ക് സന്തോഷം തന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഒരാളൊരു ഗിഫ്റ്റ് തരുമ്പോ, ഒരു കുഞ്ഞുണ്ടാകുമ്പോ, ഒരു പുതിയ വീട് വെക്കുമ്പോ, ഒരു ലാബ് റിപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ച ഒരു രോഗത്തിന്റെ ലാബ് റിപ്പോർട്ട് നെഗറ്റീവ് ആണെന്ന് അറിയുമ്പോൾ, ഇപ്പൊ ഞാൻ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് എന്റെ സുഹൃത്തിന്റെ മെസ്സേജ് വായിച്ചു, കുട്ടിയുടെ എക്കോ റിസൾട്ട് വന്നു നെഗറ്റീവ് ആണ്. ഇന്നലെ വളരെ ആശങ്കയോടുകൂടെ സംസാരിച്ച ഒരു കാര്യത്തിന് ഒരു 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 പിന്നെ എന്താ പറയാ മുക്തി കിട്ടിയപ്പോ അതൊരു സന്തോഷം. ഇങ്ങനെ നമ്മൾ സന്തോഷിച്ച കുറെ കാര്യം ഉണ്ടാവും. എന്നാലേ ഞാൻ ഖുർആനിന്റെ ഒരു അനുയായിയാണല്ലോ, എനിക്കൊരു പ്രവാചകനുണ്ടല്ലോ എന്ന നിലക്ക് ഒരു സന്തോഷമോ സംതൃപ്തിയോ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുണ്ടോ? ഈ വേദഗ്രന്ഥം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. അങ്ങനത്തെ വീടുകളിൽ ജനിച്ചവരാണ് നമ്മൾ. അത് ആ ആശയം വെച്ചു പുലർത്താൻ വേണ്ടി, അത് ജീവിതത്തിൽ നിലപാടായി സ്വീകരിക്കാൻ വേണ്ടി ജയിൽ തുറങ്കലുകളിൽ അടക്കപ്പെടേണ്ടുന്ന സാഹചര്യം നമുക്കില്ല. ഒളിച്ചും പാർത്തും ഈ വിശ്വാസം സ്വീകരിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല.
ബോംബർ വിമാനങ്ങൾ പറക്കുന്ന ആകാശത്തിനു കീഴെ സ്വന്തം പിഞ്ചോമനകളുടെ ശരീരത്തിൽ പേരും അഡ്രസ്സും എഴുതി വെച്ച് അന്തിയുറങ്ങേണ്ടുന്ന സാഹചര്യം നമുക്കില്ല. മാതാവിന്റെ ബോഡി മറവ് ചെയ്യാൻ വേണ്ടി തോളിലേറ്റിയ ആ മയ്യത്ത് കെട്ടില് തോളിലേറ്റി മുന്നിൽ തടസ്സം നിൽക്കുന്ന സൈനികനോട് പോടാ നീ എന്ന് പറയേണ്ട സാഹചര്യം നമുക്കില്ല. ഇതൊന്നുമില്ല. വളരെ ശാന്തമായി ഈ നന്മയും വിശ്വാസവും സ്വീകരിക്കാവുന്ന ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്നവരും മുന്നോട്ട് പോകുന്നവരും എന്ന നിലയ്ക്ക് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഖുർആൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ആന്തോളനങ്ങൾ സൃഷ്ടിക്കാത്തത്, പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാത്തത്? അല്ലെ, വിശുദ്ധ ഖുർആനിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. മർമഡ്യൂക്ക് പിത്താളാണ് പരിഭാഷ എഴുതിയത്. മർമഡ്യൂക്ക് പിത്താൾ പരിഭാഷ എഴുതാൻ കുറെ കാരണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ കഴിയും. അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ തൊട്ടുതാഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വയോധികനായ ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ അടിക്കണം. ആ ചെറുപ്പക്കാരൻ ആ അടി തടയുന്നു പോലുമില്ല. അയാൾ രണ്ട് കൈ ഇങ്ങനെ ബാക്കിലേക്ക് കെട്ടിയിട്ട് അയാൾ ഇങ്ങനെ ചുണ്ട് കടിച്ചു പിടിച്ച് അത് സഹിച്ചു നിൽക്കണം. പിത്താൾ ഓടിച്ചെന്ന് ഈ രണ്ട് മനുഷ്യരെ തള്ളി മാറ്റിയതിന് ശേഷം അടി കൊണ്ട മനുഷ്യനോടാണ് ആദ്യം ചോദിച്ചത്, നീ ഒരു തള്ളിയാൽ താഴെ വീഴുന്ന തറയിൽ വീഴുന്ന ഈ മനുഷ്യനെ ഒന്നും ചെയ്യാതെ രണ്ട് കൈയും പിന്നിലേക്ക് പിടിച്ചു കെട്ടി ചുണ്ടും കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ ഓൾറെഡി കുറ്റക്കാരനാണ്, അയാൾക്ക് ക്യാഷ് കൊടുക്കാണ്ട്, ആ ക്യാഷ് ഡേറ്റ് പലതവണ തെറ്റി, അപ്പോ ഞാൻ പ്രതിയാണ്. ഇനി അയാളെ ഞാൻ പ്രതിരോധിക്കുക കൂടി ചെയ്താൽ അത് വേറൊരു തെറ്റാണ്, ഞാൻ അയാളെ ആക്രമിച്ചാൽ അത് വേറൊരു തെറ്റാണ്. ഞാൻ അയാൾ എന്നെ തല്ലുമ്പോഴൊക്കെ എന്റെ പ്രവാചകനെയാണ് ഓർത്തത്. അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരു മനുഷ്യൻ വന്നു, ഒരു പണ്ഡിതൻ, ഒരു ബൈബിൾ പണ്ഡിതൻ വന്നു. അദ്ദേഹം വന്നിട്ട് പ്രവാചകന് ഗിഫ്റ്റ് കൊടുത്തു, ഹദിയ കൊടുത്തപ്പോൾ പ്രവാചകൻ സ്വീകരിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് തന്റെ ഹദിയ തിരിച്ചു ചോദിക്കാൻ വേണ്ടി ചെന്നു. ഹദിയ തിരിച്ചു ചോദിക്കുക എന്നുള്ളത് ഏറ്റവും മോശം കാര്യമാണല്ലോ. അപ്പോ സ്വഹാബത്തൊക്കെ അയാളോട് വളരെ മോശമായി പെരുമാറി. പ്രവാചകൻ അവരെ തിരുത്തിയില്ല. അയാൾ ചോദിച്ച സ്ഥിതിക്ക് അത് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. കൊടുക്കാതിരുന്നാൽ ഒരു തെറ്റ്, ഇനി അയാളെ പ്രതിരോധിച്ചാൽ വേറൊരു തെറ്റ്. എന്റേത് കടമാണ്, എന്റേത് ഹദിയല്ല. അപ്പൊ ഞാനത് ഓർക്കുകയായിരുന്നു. പിത്താൾ ആ വലിയ മനുഷ്യൻ ആരാണെന്ന് പഠിച്ചു. തനി കേൾക്കുന്ന ഓരോ അടികളെയും മനസ്സുകൊണ്ട് ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്ന അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനെ സൃഷ്ടിച്ച ആ വേദവും ആ പ്രവാചകനും ആരാണെന്ന് പഠിച്ചു. അയാൾ ഇസ്ലാമിന്റെ വഴിയിൽ വന്നു. അദ്ദേഹം ഒരു ഖുർആൻ പരിഭാഷ എഴുതുന്നിടത്തേക്ക് എത്തി. എത്രയോ സംഭവങ്ങൾ ഒരൊറ്റ നിമിഷത്തിൽ നമുക്ക് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റും. റൊമാനിയയിലെ ഒരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. അയാളും അയാളുടെ ഭാര്യയും ഒരു യാത്രക്ക് വേണ്ടി തുർക്കിയിലെത്തി. തുർക്കിയിലെ കൃഷിയിടങ്ങളും ഗ്രാമീണ ജീവിതവും ഒക്കെ അങ്ങനെ ഫോട്ടോ ഒക്കെ പകർത്തി അവരങ്ങനെ ഏറെ വൈകി തിരിച്ചു പോകാൻ ഹോട്ടലിലേക്ക് എത്താൻ വാഹനങ്ങളില്ലാത്ത അത്ര ഉൾഗ്രാമമാണ്. പരിഭ്രാന്തരായി നിൽക്കുന്ന അവരെ ആംഗ്യം കാണിച്ചും ചൂണ്ടിക്കാണിച്ചുമൊക്കെ ഭാഷ അറിയാത്ത, കുറച്ചു മാത്രം ഭാഷ അറിയുന്ന ആ മനുഷ്യൻ അയാൾ വിളിച്ചു. അയാൾ പറയുന്നുണ്ട്, നീണ്ട താടി വെച്ച ആ മനുഷ്യന്റെ പിന്നാലെ പോകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും വളരെ അസ്വസ്ഥരായിരുന്നു. പക്ഷെ അയാളുടെ കൂടെ ഇങ്ങനെ ഇടവഴികളിലൂടെ കടന്നുപോയി കുറെ ദൂരം എത്തുമ്പോൾ പതിയെ ഞങ്ങളുടെ മനസ്സ് ശാന്തമായിരുന്നു. അയാൾ അത്രയും നല്ല മനുഷ്യനാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. അന്ന് രാത്രി അയാൾ വിളമ്പിയ ഭക്ഷണം അയാളുടെ ദാരിദ്ര്യത്തിന്റെ വിശാലതയെ കാണിക്കുന്നുണ്ടായിരുന്നു. അത്രയും ലളിതമായ ഫുഡാണ് അയാൾ ഞങ്ങൾക്ക് തന്നത്. അയാൾ ഞങ്ങളോട് ഇങ്ങനെ നിരന്തരം അഫു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങാൻ ഞങ്ങൾക്ക് ഇടം തന്നു. ഞങ്ങൾ രാത്രി പക്ഷെ സ്വസ്ഥമായി ഉറങ്ങി. അയാളുടെ കുഞ്ഞു കൂരയിൽ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചുറങ്ങി. അലാം വെച്ച് എണീറ്റ് രാവിലെ നേരത്തെ പുറപ്പെടാൻ വേണ്ടി അലാം വെച്ച് എണീക്കുമ്പോൾ മഞ്ഞ് പെയ്യുന്ന ആ പ്രഭാതത്തോട് ചേർന്നൊരുങ്ങുന്ന സമയത്ത് അയാളും അയാളുടെ ഭാര്യയും അയാളുടെ കുഞ്ഞുങ്ങളും വീട്ടിലെ മുറ്റത്തെ മരച്ചുവട്ടിൽ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ആ രാത്രിയിൽ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. ഭാര്യയുടെ തട്ടത്തലക്കൽ കുഞ്ഞിനെ ചേർത്ത് കെട്ടി വിറച്ചു നിൽക്കുന്ന ആ കുടുംബത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ് മാൻ? നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് മനുഷ്യ? പേട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ബെഡ്റൂമേ ഉള്ളൂ, ആ ബെഡ്റൂം ഞങ്ങളുടെ അതിഥിക്ക് നൽകി. എന്തിന്? ഞങ്ങളെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിഥിയെ ആദരിക്കണം. അതിഥിയെ ആദരിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ അത് ചെയ്തു എന്ന് മാത്രം. എന്റെ ഭാര്യ എന്നോട് ചേർന്ന് നിന്ന് പറഞ്ഞു, നമ്മൾ
മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല. നമ്മൾ ഇസ്ലാമിനെ കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ യഥാർത്ഥ ഇസ്ലാമിനെ കേട്ടിട്ടില്ല. ആ ഒറ്റ സംഭവത്തിൽ നിന്നാണ് അയാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതും റുമേനിയയിലെ 80,000-ഓളം വരുന്ന മനുഷ്യർക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത ഒരു ദാവാ സെന്ററിന്റെ ഡയറക്ടറായി അദ്ദേഹം രംഗത്ത് വരുന്നതൊക്കെ. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, എനിക്ക് സ്വഭാവത്തിന്റെ ചരിത്രം കിട്ടാഞ്ഞിട്ടൊന്നല്ല, പൊടുന്നനെ മാറിയ സ്വഭാവത്തിന്റെ 100 കണക്കിന് ചരിത്രങ്ങൾ കിട്ടാഞ്ഞിട്ടല്ല. അല്ലേ? നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ സ്വഹാബി, അദ്ദേഹത്തെ അവർ കൊല്ലാൻ കൊണ്ടുപോകുമ്പോ ശരീരത്തിലേക്ക് ചേർത്ത് അങ്ങനെ ഒരു കുരിശിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് അതിൽ മരത്തിന്റെ ആണി കൊണ്ട് മേല് തറച്ച് ഇങ്ങനെ രക്തം ഇറ്റിയിട്ട് വീടുന്ന ഒരു ശിക്ഷയാണ് കൊടുക്കുന്നത്. അവിടെ ഭയക്കണില്ല, അദ്ദേഹം ഭയക്കണില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിന്റെ ചിഹ്നം അടയാളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു എയർപോർട്ട് കിടക്കാൻ പേടിയാണ്, ഒക്കെ ഒന്ന് വെട്ടി ചെറുതാവും. അല്ലേ? എന്താ ഇപ്പൊ അവിടെ എന്താവും? ബേജാറാണ് നമുക്ക്. ഞാനൊരു മുസ്ലിമാണ്, വാനമിനൽ മുസ്ലിമീൻ എന്ന് പറയേണ്ടിടത്ത് പറയേണ്ട വിധം പറയാൻ നമുക്ക് ഭയമായിരിക്കും. അയാളോട് നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ചപ്പോ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞു. 2 റക്അത്ത് നിസ്കാരം വേഗം പൂർത്തിയാക്കി. എന്നിട്ട് പറഞ്ഞു, സുജൂദിന് വല്ലാത്തൊരു രസമുണ്ട്, ഒരു രുചിയുണ്ട്, പക്ഷേ ഞാൻ ദീർഘമായി നിസ്കരിക്കാത്തത് എനിക്ക് മരണം ഭയന്നിട്ട് ഞാൻ സുജൂദ് കിടക്കണം നിങ്ങൾ വിചാരിക്കും. ഞാൻ അങ്ങനെ മരണം ഭയക്കുന്ന ആളല്ല. അദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷ നടപ്പിലാക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ പാടുന്നു. അദ്ദേഹം മനോഹരമായി പാടി, എന്താ, വലസ്തു ഉബാലി ഹീന ഖതലു മുസ്ലിമൻ അലാ അയ്യി ജബ്ബിൻ കാന ലില്ലാഹി മസ്റഈ. എനിക്ക് ഞാനൊരു വിശ്വാസിയായി മരിക്കൊരു പ്രശ്നമല്ല. ഒരു 8-9 വരികളുണ്ട്. വരികൾ നമുക്ക് നമ്മുടെ രക്തചംക്രമണ പ്രക്രിയയിൽ ഇങ്ങനെ ആവേശം ജ്വലിപ്പിക്കുന്ന വരികളാണ്. കണ്ടുനിന്ന നിസ്സഹായരായ സ്വഹാബത്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൈകളിൽ ഞങ്ങൾ അന്ന് കാരക്ക കണ്ടു. ആ കാരക്ക ജസീറത്തുൽ അറബിലെ ഒരു തോട്ടത്തിലും ആ കാരക്ക വിളയാത്ത കാലത്ത്, ആ കാരക്ക, ഓരോ കാരക്കയും വിളയുന്ന ഒരു കാലമുണ്ട്, അത് ആ കാരക്ക വിളയുന്ന കാലമല്ല. ജസീറത്തുൽ അറബിലെ ഒരു തോട്ടത്തിലൊന്നും അത് കിട്ടില്ല. ആരും അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇത് കറാമത്താണ്. കറാമത്ത് ഹക്കാണ്, ആരും നിഷേധിക്കണില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി ആരും ജാറൊന്നും പിന്നെ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിനോട് പിന്നെ പട്ടിണി മാറാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അത് കണ്ടു നിന്ന സ്വഹാബത്തിനോ തോന്നിയിട്ടില്ല നാളെ മുതൽ മൂപ്പരോട് പട്ടിണി മാറാൻ പ്രാർത്ഥിക്കാന്ന്. ഞാൻ പറയുന്നത്, ഈ കരുത്ത് അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഈ സ്വാധീനത്തിലേക്ക് അവരെങ്ങനെ എത്തി? ഇതേ ഖുർആൻ അക്ഷരത്തിലും ആശയത്തിലും മാറ്റമില്ലാതെ, ഒരാൾക്കും തകർക്കാൻ പറ്റാതെ, ലോകത്തെ ഏകഛത്രാധിപതികൾ മുഴുവൻ തീരുമാനിച്ചാലും, ലോകത്തെ സൈനിക സംവിധാനങ്ങൾ മുഴുവൻ ഇടപെട്ടാലും, ലോകത്തെ നിയമനിർമ്മാണ സഭകൾ മുഴുവൻ തീരുമാനമെടുത്താലും വിശുദ്ധ ഖുർആൻ ഇല്ലാതാക്കാൻ പറ്റൂല. ഓരോ കോപ്പിയും കണ്ടെത്തി കത്തിച്ച് നശിപ്പിച്ചാലും അടുത്ത നിമിഷങ്ങളിൽ ലോകത്തെ കോടിക്കണക്കിന് ശതകോടി ഗ്രാമങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ അക്ഷരത്തിൽ, ആശയത്തിൽ, മദ്ദിൽ, സദ്ദിൽ വ്യത്യാസമില്ലാത്ത ഖുർആൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും വിധം ഈ ഖുർആനിനെ അല്ലാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് അതിനെ നിഷ്കാശനം ചെയ്യുക ഒരാൾക്കും സാധ്യമല്ല. അങ്ങനത്തെ ഗ്രന്ഥാണ് ഇന്ത്യൻ ഭരണഘടന. അതിന്റെ മുഴുവൻ കോപ്പിയും നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. ആര് റീപ്രൊഡ്യൂസ് ചെയ്യും? ഇവിടുത്തെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ ആര് റീപ്രൊഡ്യൂസ് ചെയ്യും? ആര് രണ്ടാമത് ഉണ്ടാക്കും? മലയാള സാഹിത്യത്തിലെ പ്രസിദ്ധരായ കവികളുടെ കവിതകൾ, വള്ളത്തോളിന്റെ രചനകൾ ഒരു കോപ്പി ഇല്ലാതെ നശിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. ആർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ ഒന്നും ആർക്കും റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. എങ്കിൽ നമ്മളൊരു മുസ്ലിം നിലനിൽക്ക് എന്തെങ്കിലും അഭിമാനിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എന്തെങ്കിലും അഭിമാനിച്ചിട്ടുണ്ടോ? വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന നിലയ്ക്ക് എന്താ പ്രശ്നം? എന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്, ഈ ഫോണിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇത് ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് ഉപകാരപ്പെടുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ ഖുർആനിന്റെ ഫീച്ചറുകളെ, അത് ശിഫയാണ്, അത് മൗഇളത്താണ്, അത് നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചറിവ് തരുന്നതാണ്, അത് നിങ്ങളുടെ ഈ കുറ്റാക്കൂരിട്ടിലെ വെള്ളി വെളിച്ചമാണ്. അശാന്തമായി നിങ്ങൾ ആത്മഹത്യയുടെ മുനമ്പുകളിലേക്ക് നടന്നെടുക്കുമ്പോൾ തിരിച്ചു വിളിക്കുന്ന ചാലക ശക്തിയാണ്. അത് ആശ്വാസത്തിന്റെ കടലാണ് നിങ്ങൾക്ക്. അത് മനസ്സന്തോഷത്തിന്റെ പൂന്തോട്ടമാണ് നിങ്ങൾക്ക്. ഇങ്ങനെ റസൂൽ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ ഖുർആനിനെ നിന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ. വേനലിനില്ലാത്ത സൗന്ദര്യം വസന്തത്തിനുണ്ട്. വസന്തത്തിന്റെ മഞ്ഞുതുള്ളികളിൽ പ്രകാശകിരണങ്ങൾ തട്ടുമ്പോൾ, അത് മിന്നിത്തിളങ്ങുമ്പോൾ, വസന്തത്തിന്റെ സായാഹ്നങ്ങളിൽ ആ കുഞ്ഞുകാറ്റിന്റെ അകമ്പടിയോടുകൂടെ അത് ആസ്വദിക്കുമ്പോഴൊക്കെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ആശ്വാസമുണ്ട്. അത് അതിലേറെ വലിയ ആശ്വാസമാക്കണേന്ന. പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം എപ്പോഴാണ് ഉണ്ടായത്? അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖൽബി,
എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി നീ ഖുർആനിനെ മാറ്റി തരണേന്ന് എപ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ചത്, എന്നാ പ്രാർത്ഥിച്ചത്? എന്നിട്ട് ഇങ്ങനെ ആകെ ഒരു ഡ്രൈ ലൈഫാണ്. ഉപജീവനം അങ്ങോട്ടും എത്തൂല, വീട്ടിലൊരു സുഖല്ല, ഇറങ്ങണോടത്തും നടക്കണോടത്തും പിടിക്കണോടത്തും എല്ലായിടത്തും പ്രശ്നമാണ് അല്ലേ? ഇതിന്റെ ആശ്വാസം നമ്മളുടെ അടുത്തുണ്ട്. ആ ആശ്വാസം പലപ്പോഴും സ്വീകരിക്കൂല. എന്നിട്ട് ആശ്വാസത്തിന് പിന്നെ എന്താ ചെയ്യാം? അതിന് വല്ല ജോത്സ്യന്റെ അടുത്തേക്കോ മുസ്ലിയാരുടെ അടുത്തേക്കോ തങ്ങളുടെ അടുത്തേക്കോ പായും നമ്മള്. എന്നാ ഒരു തരുമോ? ഒരെന്താ തരിക? ഒരിക്കൽ എന്തെങ്കിലും തരാൻ പറ്റുമോ? ഒന്നും തരാൻ പറ്റൂല, ഒന്നും തരാൻ പറ്റൂല. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു, ഖുർആൻ കൊണ്ട് ചില പണിയെടുക്കാണ്ട്, ആ പണിയെടുക്കണം. അത് എഴുതിയാണ്ട് കലക്കി കുടിക്കലല്ല, കെട്ടിത്തൂക്കലല്ല, എവിടെയെങ്കിലും കുഴിച്ചിടലല്ല, മറിച്ച് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അതാണ് ആ പണിയെടുക്കണം. കിതാബുൻ അൻസൽനാഹു, നിങ്ങൾക്കൊരു ഗ്രന്ഥം നാം ഇറക്കിയിട്ടുണ്ട്, മുബാറകുൻ അനുഗ്രഹീതമായ ഗ്രന്ഥം, ലിയദ്ദബ്ബറു ആയാതിഹി, അതിന്റെ വചനങ്ങളിൽ നിങ്ങൾ തദബ്ബുർ നടത്തണം. അതിന്റെ വചനങ്ങളെ നിങ്ങൾ ഹൃദയത്തിലേക്ക് എടുത്ത് നിങ്ങളുടെ ജീവിതവുമായി ചേർത്ത് ചിന്തിക്കണം. നിങ്ങൾ കുറ്റാലോചിക്കാൻ പറ്റണം അല്ലെ? നിങ്ങൾ ഏത് ആയത്തോതാണെങ്കിലും ആ ആയത്തും ഞാനും എങ്ങനെ എന്ന് ചിന്തിക്കാൻ പറ്റണം. ആ ആയത്തും ഞാനും എങ്ങനെ എന്നത് ഉറ്റാലോചിക്കാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. അപ്പോഴേ അയാൾക്ക് നടക്കുള്ളൂ. മുമ്പ് ഖുതുബിൽ നമ്മൾ പറഞ്ഞ പോലെ വയംനഊനൽ മാഊൻ അവൻ ഓതിപ്പോണുണ്ട്. അവൻ പരോപകാര വസ്തുക്കൾ തടയുന്നവനാണ്. 2-3 വണ്ടിയുടെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. കിഡ്നി രോഗിയായ ആ മനുഷ്യനെ കൊണ്ടുപോകാൻ ഏതൊരു ഓട്ടോറിക്ഷ പിടിച്ച് പോലാണ്. നമ്മളടുത്ത് ഡ്രൈവറുണ്ട്. അപ്പൊ ഖുർആനും നമ്മൾ തമ്മിൽ കണക്ട് ആയി. നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യവും ഉണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ആർക്കും കൊടുക്കൂല. നമ്മുടെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മളെ വീട് അത് അടിക്കാനും തുടക്കാനൊക്കെ ഒരാളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. വീടില്ലാത്ത 3, 4, 5 കുട്ടികളെയും കൊണ്ട് ഒറ്റ റൂമിൽ കഴിയണ, വാടകയ്ക്ക് കഴിയണ രോഗിയായ ഒരു മനുഷ്യനെ നമുക്കറിയാം. നമുക്ക് ആവശ്യമുള്ള റൂമൊക്കെ കൂട്ടിയിട്ടുണ്ട്. ആ 2 റൂം കൊടുത്താലും ഒരു വൃത്തിക്ക് കൊണ്ടെടുക്കും, ചെയ്യൂല. എത്ര വീടുണ്ട് സുഹൃത്തുക്കളെ, കൂട്ടിക്കിടക്കുന്ന വീടുകൾ. അതിൽ വളരെ കുറച്ച് മാത്രമേ ജീവിക്കലുള്ളൂ. നിയമമൊക്കെ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ഇത് പെയിന്റ് അടിച്ച് തന്നതാന്ന് പറഞ്ഞാലും സ്വീകരിക്കാറ്, എന്നാലും അവർക്ക് ലാഭേക്കാറ്. ഈ വാടക കൊണ്ട് 2 അറ്റം മുട്ടിക്കാൻ പറ്റാത്തവരുണ്ടാവും. അങ്ങനെ ഓരോ വചനങ്ങളും ചിന്തിച്ച് അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണമെന്നാണ്. സ്വഹാബത്തിനെ കുറിച്ച് ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയാണ്, ഇന്നമൻ കാന ഖബലക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർ, അറഅവൽ ഖുർആന, അവർ ഖുർആനെ കണ്ടിരുന്നത് റസായില മിൻ റബ്ബിഹിം, അവരുടെ റബ്ബ് കൊടുത്തയച്ച കത്താണ്. എന്താ? നമ്മളൊരാൾക്ക് കത്ത് കൊടുത്തേക്കാണ്, ഞാൻ ഈ കത്തുമായി ഒരാളെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നുണ്ട്, അയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് നിങ്ങളുടെ സ്വന്തം അല്ലേ? MLA കത്തിന് വായിക്കുമ്പോ അതിപ്പോ മൂപ്പർ പറഞ്ഞാണ്. ഏറ്റവും ചുരുങ്ങി ഒന്ന് വിളിച്ചിട്ട് MLA എങ്ങളാ പറഞ്ഞ മാതിരിയല്ല, എവിടെ നമുക്ക് സീറ്റ് ഇല്ല അല്ലേ? ഒരു പേഴ്സണലായി പടച്ചോൻ കൊടുത്തയച്ച കത്ത് പോലെയാണ് അവരതിനെ എടുത്തിരുന്നത് എന്നാണ്. മാത്രല്ല അവര് രാത്രിയിൽ ഖുർആൻ ഓതിയിരുന്നു. ഖുർആൻ ഓതുമ്പോൾ അവർ തദബ്ബുർ നടത്താറുണ്ടായിരുന്നു. അവരത് പകലിൽ അവർ ജീവിതത്തിൽ അത് നടപ്പിൽ വരുത്തുകയും ചെയ്തിരുന്നു എന്നാണ്. അപ്പോ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആന, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? ഖുർതുബി റഹിമഹുല്ലാഹ് പറയാണ്, ആബൽ മുനാഫിഖീന ബിൽ ഇഅറാദി അനി തദബ്ബുരി ഫിൽ ഖുർആൻ വതഫക്കുരി ഫീഹി വഫീ മആനിഹി. ആബൽ മുനാഫിഖീൻ, ഈ ആയത്തിലൂടെ അല്ലാഹു ആക്ഷേപിച്ചത് മുനാഫിഖുകളെയാണ്, കപട വിശ്വാസികളെയാണ്. ബിൽ ഇഅറാദി അനി തദബ്ബുർ, അവർ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കാനോ പഠിക്കാനോ തയ്യാറല്ല. പിന്നെ വതഫക്കുരി ഫീഹി, ആ ഖുർആനിലെ വചനങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ജീവിതവുമായി ചേർത്ത് വെക്കാൻ തയ്യാറല്ല. വഫീ മആനിഹി, അതിന്റെ അർത്ഥം പഠിക്കാൻ അവർ തയ്യാറല്ല. നമുക്ക് എത്ര സൂറത്തിന്റെ അർത്ഥം അറിയും? എല്ലാ വെള്ളിയാഴ്ചയും സ്ഥിരമായിട്ട് കേൾക്കുന്ന സൂറത്തിന്റെ അർത്ഥം, എല്ലാ ദിവസവും നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമുക്കാകെ ഫർള് കാരണം നിസ്കാരവും സക്കാത്തും ഹജ്ജും ഒക്കെ കഴിഞ്ഞു അല്ലേ? ഖുർആനിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ, അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പഠിക്കൽ ഫർളാണ് സുഹൃത്തുക്കളെ, ഫർളാണ്. നിങ്ങൾ എന്ത് തിരക്കുറട്ടും കാര്യമില്ല, അത് ഫർളായ കാര്യമാണ്. ഇതിന് വിരുദ്ധമായത് ഒന്നും നിങ്ങൾക്ക് എവിടുന്നും കിട്ടൂല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമും അനിവാര്യമായും പഠിക്കേണ്ട കുറച്ച് ഇൽമ് ഇസ്ലാമിലുണ്ട്.
അടിസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് പഠിക്കാൻ ഒരു ഒഴിവ് കഴിവ് ഒരാൾക്കുമില്ല, ഇസ്ലാം കൊടുത്തിട്ടില്ല. സ്വഹാബത്ത് നമ്മളെക്കാളും ജീവിത പ്രാരാബ്ധതകളുള്ളവരായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പഠിച്ചത് 9 കൊല്ലം കൊണ്ടാണ്. സൂറത്തുൽ ബഖറ പഠിക്കാൻ 9 കൊല്ലം എടുത്തു. എന്താ കാര്യം? അവർ പഠിക്കുമ്പോൾ വിശാലമായി പഠിക്കും. പഠിച്ചിട്ട് വിശാലമായി പഠിച്ച ആ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തും. അദ്ദേഹം പറയണേ, ഞാന് ഖുർആൻ പഠിക്കാൻ ഞാനും എന്റെ അയൽക്കാരനും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയതായിരുന്നു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നല്ലേ നമ്മള്? ഇതാദ്യമായിട്ട് കേൾക്കാം ഈ ഹദീസ് അല്ലല്ലോ. പക്ഷെ ചിലതൊന്നും നമ്മളെ തലയിലേക്ക് കയറുന്നില്ല, നമ്മളെ സ്വാധീനിക്കുന്നില്ല. ആണിനോടും പെണ്ണിനോടും കുട്ടിയോടും വയസ്സായവരോടും എല്ലാവരോടും ഞാൻ പറയണത്. ഇതിന്ന് ആരും ഒഴിവല്ല, മുഴുവൻ വ്യക്തികളോടാണ് ഞാൻ പറയണത്. മനസ്സിലായില്ലേ? എന്താ അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്താ ചെയ്യാ? ഒരു ദിവസം അദ്ദേഹം ജോലിക്ക് പോകും. അന്ന് ഞങ്ങൾ 2 കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ളത് കൊണ്ട് 30 വരും. അടുത്ത ദിവസം ഞാൻ ജോലിക്ക് പോകും. ഞാന് പ്രവാചകന്റെ പള്ളിയിൽ പോണെന്ന് അദ്ദേഹം ജോലിക്ക് പോണ ദിവസമായിരിക്കും. അദ്ദേഹത്തിന് അന്ന് പള്ളിയിൽ നടന്ന ഇൽമൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ ജോലിക്ക് പോണെന്ന് പള്ളിയിൽ നടന്ന കാര്യമൊക്കെ എനിക്ക് അദ്ദേഹം പറഞ്ഞു തരും, അല്ലെ? എനിക്ക് അദ്ദേഹം പറഞ്ഞു തരും. ഇങ്ങനെയാണ് അവര് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഷൻഖീത്തി റഹിമഹുള്ളാഹിയുടെ വാചകം കാണാം. മാ തളമ്മനതുൽ ആയാത്തുൽ കരീമ മിന തൗബീഖ് വൽ ഇൻകാരി അലാ മൻ അറള അൻ കിതാബില്ലാഹി ജാ മുവദ്ദിഹൻ ഫീ ആയാത്തിൻ കസീറ. എന്താ? അല്ലാഹുവിന്റെ കിതാബിനെ അവഗണിക്കുന്നവരെ നിഷേധിച്ചുകൊണ്ടും മോശമാക്കിക്കൊണ്ടുമുള്ള ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. വമഅലൂമുൻ അന്ന കുല്ല മൻ ലൻ യസ്തഗിൽ ബിതദബ്ബുരി ആയാതി ഹാദൽ ഖുർആനിൽ അളീം വഇദ്റാകി മആനിഹാ വൽഅമൽ ബിഹാ ഫഇന്നഹു മുഅരിദുൻ അൻഹാ. ഇനി എവിടുന്നാ നിങ്ങൾക്ക് മസല കിട്ടേണ്ടത്? വമഅലൂമുൻ അറിയപ്പെട്ട കാര്യമാണ്. അന്ന കുല്ല മൻ ലൻ യസ്തഗിൽ ബിതദബ്ബുരി ആയാതി ഹാദൽ ഖുർആൻ, ഈ ഖുർആനിന്റെ വചനങ്ങളിൽ തദബ്ബുർ നടത്താത്ത വ്യക്തി, അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത വ്യക്തി, വഇദ്റാകി മആനിഹ അതിന്റെ അർത്ഥം പഠിക്കാത്ത വ്യക്തി, വൽ അമലി ബിഹ അതുകൊണ്ട് അമൽ ചെയ്യാത്ത വ്യക്തി, ആ വ്യക്തി ഫൈനഹു മുഅരിദുൻ അൻഹാ അവൻ അതിനെ അവഗണിക്കുന്നവനാണ് എന്ന കാര്യം നിരവധി വചനങ്ങളിൽ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തി ഫയസ്തഹിഖുൽ ഇൻകാറ വത്തൗബീഖ അൽ മദ്കൂർ. പിന്നെ ഈ ആക്ഷേപം അഫലാ യതദബ്ബറുൽ ഖുർആൻ, അവരെന്തേ ഈ ഖുർആൻ തദബ്ബുർ നടത്താത്തത് എന്ന വിമർശനത്തിന് അവർ വിധേയരാണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല സൂറത്തുൽ ഫുർഖാനിന്റെ 30-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അവര് പറയും, അല്ലാഹുവിന്റെ റസൂൽ പറയും, എന്റെ ജനങ്ങൾ ഈ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു റബ്ബേ. ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഇതിനെ അവർ ഹജ്ർ ചെയ്തിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് നാളെ ശതകോടി കോടി മനുഷ്യരുടെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമെന്നാണ്. അത് പറയുമ്പോ ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വതർക്കു തദബ്ബുരിഹി വതഫഖുമിഹി, ഖുർആനിന്റെ തദബ്ബുർ ഉപേക്ഷിക്കലും അതിന്റെ അർത്ഥം പഠിക്കൽ ഉപേക്ഷിക്കലും മിൻ ഹജ്റാനിഹി തള്ളിക്കളയലിൽപ്പെട്ടതാണ്. ഖുർആൻ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഖുർആൻ അർത്ഥം പഠിച്ച് അതിന്റെ വചനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാൻ തയ്യാറല്ലാത്തൊരു വ്യക്തി ഖുർആൻ തള്ളിക്കളഞ്ഞ വ്യക്തിയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വീണ്ടും പറയാണ്, ഹജ്റുൽ ഖുർആൻ അൻവാഉൻ, ഖുർആൻ തള്ളിക്കളയുക എന്ന് പറയുന്നത് പല ഇനങ്ങളുണ്ട് അതിന്. സുമ്മ ദക്കറ മിൻഹ, പിന്നെ അതിൽ നിന്ന് ഒരു ഇനം അദ്ദേഹം പറയാം, ഹജ്റു തദബ്ബുരിഹി വതഫഖുമിഹി വമഅരിഫതി മാ അറാദൽ മുതകല്ലിമു ബിഹി. ഹജ്റു തദബ്ബുരിഹി, ഖുർആനിന്റെ തദബ്ബുർ ഒഴിവാക്കുക. ഒരു ആയത്ത് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ആയത്തിനെ കുറിച്ച് ആലോചിച്ച് അത് ഞാനും തമ്മിൽ എങ്ങനെയെന്ന് ചിന്തിക്കുക, അല്ലേ? യതീമീങ്ങളെ കുറിച്ചുള്ള ധാരാളം വചനങ്ങൾ ഖുർആനിലുണ്ട്. ഏതെങ്കിലും യതീം ഇപ്പോ എനിക്ക് ബാധ്യത നിർവഹിക്കാനുണ്ടോ? മറ്റൊരു ആലോചിക്കുമ്പോ ഉണ്ടാവില്ല. പിന്നെയാണ് എളാപ്പാന്റെ മോള്, സ്വന്തം മകളിൽ ഇപ്പൊ ഉണ്ടാവില്ല അൽഹംദുലില്ലാ. എന്നാ എളാപ്പാന്റെ മോള്, മൂത്താപ്പാന്റെ മോള് അവര് വിധവയായിരിക്കും. ഒരു വിധവാ സംരക്ഷണത്തിന്റെ വിധി എനിക്ക് അവിടെ ഉണ്ട്, ഒരു അനാഥ സംരക്ഷണത്തിന്റെ കാര്യം എനിക്ക് അവിടെ ഉണ്ട്. ഞാൻ ചെയ്യുന്നുണ്ടോ? വാലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ പടച്ചോനിൽ തവക്കുലാക്കണവരാണ്. എന്താ അതിന്റെ തദബ്ബുർ? ഞാൻ തവക്കുലാക്കുന്നുണ്ടോ? ഞാൻ ആവശ്യമില്ലാതെ ബേജാറാണുണ്ടോ? മോളെ കെട്ടിക്കാനുണ്ട്, ഭാര്യ നമ്മൾ തമ്മിൽ അടിയാണ്. എന്താ? രണ്ടിലൊരാൾക്ക് തവക്കുൽ കുറവുണ്ട്, ഒരാൾക്ക് തവാക്കുൽ ഉണ്ടാവും. തവാക്കുൽ എന്താ?
ഒക്കെ പഠിച്ചോ നോക്കിക്കോളും അറിയാം. മൂപ്പര് ചെയ്യേണ്ട വാർക്കൊന്നും ചെയ്യൂല. ഒട്ടകത്തെ കെട്ടിടാതെ വന്ന പേര് കയറല്ലോ, പോയിട്ട് കെട്ടിട്ട് പോകുന്നത്. നബിയെ ഞാൻ തവക്കുലാക്കിയിട്ടുണ്ട്, കെട്ടിട്ടിട്ട് തവക്കുലാക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ അന്വേഷിക്കേണ്ടതും ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടി വരും. ഭാര്യക്ക് തവക്കുലില്ലാതെയും പോയി, നമുക്ക് തവാക്കുലാവും ചെയ്തു. അപ്പോഴാ പേരിൽ അടിണ്ടാകുക. അപ്പോ ഇവിടെ ഖുർആൻ പറയണത്, ഖുർആന് തള്ളിക്കളഞ്ഞു എന്ന് നാളെ പ്രവാചകൻ ചാർജ് ഷീറ്റ് ആരുടെ പേരിലാണ് കൊടുക്കുക? ഐറ്റം നമ്പർ 1, അവർ ഖുർആന്റെ തദബ്ബുർ ഒഴിവാക്കിയിട്ടുണ്ടാവും. പിന്നെ അവർ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടാവില്ല. പടച്ചോൻ പറഞ്ഞത്, ആ മുത്തക്കല്ലിമായ റബ്ബ് പറഞ്ഞത് മനസ്സിലാക്കാത്തത് ഇങ്ങനെ ഓതി വിടുന്ന ടീമായിരിക്കും. ഒരു പരിമിതികൾ നമുക്ക് ഉണ്ടാവും. അത് പടച്ചോൻ അറിയും. നമ്മുടെ